ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി എച്ച് സ്മാർട്ട് വണ്ടിയാണ്. അത് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്കിൻ്റെ കേസ്, അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഇത് ബാറ്ററി ടെസ്റ്റ് തുടങ്ങിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കമ്പനി ലൈനർ തന്നെയാണ് കിടക്കുന്നത്. നമുക്കതിൻ്റെ ഈ ബ്രേക്ക് ക്യാമും കൂടി നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അതൊക്കെ ഓൾറെഡി ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് ഇല്ലാണ്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മളത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ഷാഫ്റ്റ് ആക്സിലിൻ്റെ ബെയറിങ്ങിനൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നല്ല ഫിൽറ്ററാണ്. ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ചെറിയതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, നോർമലായിട്ട് വന്ന കേസാണ്, അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ക്ലച്ചിനകത്ത് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ നല്ല രീതിയിൽ നേരടിച്ച് ക്ലീനാക്കാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ആ അടങ്ങുന്ന യൂണിറ്റാണത്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് 18,500 ആയിട്ടുണ്ട് വണ്ടി ടോട്ടൽ കിലോമീറ്റർ. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ തേമാനമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കിൽ തന്നെ ക്ലച്ച് പുള്ളി ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ ഡാമ്പർ റബ്ബർ സെറ്റ് വെച്ച് ചതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിടുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക് കേട്ടോ. പിന്നെ ശരിക്കും കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ എയറടിച്ച് ക്ലീനാക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ മാറുന്ന കൂട്ടത്തിൽ നമ്മളതിൻ്റെ ഓയിൽ ബോൾട്ട് നോക്കുമ്പോൾ ഓയിൽ ബോൾട്ട് ചെറുതായിട്ട് സ്ലിപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബോൾട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഓയിൽ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും ഓയിൽ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിടും. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്, ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. ജനറൽ സർവീസായിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിലോ അല്ലെങ്കിൽ പിന്നത്തെ സർവീസിലോ നമുക്ക് മാറ്റിയാൽ മതി. ഇതെന്തായാലും ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഈ പൊട്ടലിനൊക്കെ വേണ്ടി മാറ്റാൻ നിന്നാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഓടിക്കോളും, എന്തായാലും ധൈര്യമായിട്ട് ഓടിക്കാം നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതിമിരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഇതിമിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ബാറ്ററി വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.83 വോൾട്ട് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, പുതിയ കേബിളാണ് കിടക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും. ഇപ്പോൾ ഞാൻ ബാക്ക് ബ്രേക്ക് അഴിച്ച് നിർത്തിയാണതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് വീൽ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും. അത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്കും ടയർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ടയർ രണ്ടും കുഴപ്പമില്ല, നല്ല ടയറാണ്. ഫ്രണ്ട് ടയർ ആയാലും കുഴപ്പമില്ല, ബാക്ക് ടയർ ആയാലും അതിൻ്റെ അത്യാവശ്യം കട്ടയുണ്ട്. നമുക്ക് ഈ ടയറിൻ്റെ കട്ടയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കമ്പനി മോഡൽ തന്നെ ചൂസ് ചെയ്യണമുണ്ട് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ വണ്ടിക്ക് 2 വീലർ എന്ന് പ്രത്യേകിച്ച് സ്കൂട്ടർ മോഡലിന് ബെറ്റർ കുറച്ചുകൂടി ഇത് തന്നെയാണ്, ഈ മോഡൽ തന്നെയാണ്. കൂടുതൽ കട്ടയുള്ളത് ഗ്രിപ്പ് വന്നിട്ട് കാര്യമില്ല. കാരണം റോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയറുമായിട്ടുള്ള പിടുത്തം വരും. അത് ശരിക്കും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കുറവൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഫയറിങ്ങൊക്കെ കറക്റ്റാണ്, പക്കയാണ്, വേറെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ കംപ്ലയിൻറ്റ്സോ അഡീഷണൽ കംപ്ലയിൻറ്റുകളോ വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയത്തെ അതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം, എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കാം, ജോയിൻറ്റുകളൊക്കെ ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടത് അത് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് സർവീസിനകത്ത് വന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലച്ച് ഗ്രീസിങ് അടക്കം ഓൾറെഡി ജനറൽ സർവീസിൽ ഉണ്ട്. അതടക്കമുള്ള വർക്കുകൾ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ജനറൽ സർവീസിനകത്ത് ഇപ്പോൾ നമ്മളിവിടെ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങും, അതായത് ഇപ്പോൾ പഴയ മോഡൽ ഡിയോ ഒക്കെ ആണെങ്കിൽ ഫ്രണ്ട് ബുഷൊക്കെ ഗ്രീസിങ് വരും. അതെല്ലാം കൂടിയിട്ട് ഓൾറെഡി ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഷോക്ക് ഓപ്ഷൻ്റെ കേസ് ചെറിയ ഒരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് കേട്ടോ. അത് ഇപ്പോഴത്തെ കാരണം ആക്ഷൻ ചെക്ക് ചെയ്യുക ഇടയ്ക്ക്. അതായത് ഇതൊക്കെ അങ്ങനെ ലീക്കേജ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ ടയറിൽ കൂടുതൽ എയർ പ്രഷർ കയറ്റി അടിക്കാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് നമ്മളിവിടെ നിന്ന് സെറ്റ് ചെയ്തൊന്നും ഇടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ട്യൂബ്ലെസ് ടയറൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ നോക്കിയെങ്കിലും മാസത്തിലൊരിക്കൽ തന്നെയും നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അടിക്കാം. അതിൻ്റെ 35 വരെ ബാക്കിലത്തെ അടിക്കുക, ഫ്രണ്ടായ
ഫ്രണ്ട് ഒരു 25 അടിക്കുക. 25-35 ഓർമ്മയിൽ വെച്ചാൽ മതി. ടയർ ശരിക്കും പറഞ്ഞാൽ ടയറിലൊക്കെ എയർ കൂടി കഴിഞ്ഞാലും ബാക്കിലത്തെ ഷോക്ക് അബ്സർ, ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൊക്കെ പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മേജറായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.